CGP സമരത്തിന് പിന്തുണയുമായി നടൻ ദുൽഖർ സൽമാനും ആസിഫ് അലിയും വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്നത് വേദനിപ്പിക്കുന്നുവെന്ന് ദുൽഖർ സൽമാൻ. വിദ്യാഭ്യാസം എന്നത് എപ്പോഴും പ്രതീക്ഷയും മികച്ച ഭാവിയുമാണ്. സമരക്കാരെ കേൾക്കൂവെന്നും മനസ്സിലാക്കൂവെന്നും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ദുൽഖർ ആവശ്യപ്പെട്ടു. യുവജനങ്ങൾ ഈ നാടിന്റെ വാഗ്ദാനമാണ്. വിദ്യാർത്ഥികളെ കേൾക്കുകയെന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ആസിഫ് അലി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങളുമായി നമ്മോടൊപ്പം ആനന്ദ് മോഹനാണ് ചേർന്നത്. ആനന്ദ്, CGPക്ക് വലിയൊരു പിന്തുണയാണ് ഈ സിനിമാ മേഖലയിൽ നിന്നടക്കം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളായാലും ഇന്നലെ നോക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് താരങ്ങളുടെ ഭാഗത്ത് നിന്ന് CGPക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ വലിയൊരു പ്രതിഷേധമാണ് ഒരു പറ്റം ആളുകൾ ഉന്നയിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വിസ്മയ മോഹൻലാലിന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ വലിയ രീതിയിൽ ഒരു സൈബർ ആക്രമണം വിസ്മയയ്ക്ക് നേരിടേണ്ടി വരുന്നു. അതുപോലെ ടൊവിനോയുടെ മുന്നിൽ നിന്നൊരു യുവമോർച്ചയുടെ ഒരു പ്രതിഷേധ മാർച്ച് കൂടി അവിടെ നടക്കുകയുണ്ടായി. അതെ അഞ്ജലി എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിന് തൊട്ട് മുൻപ് കേട്ട റിപ്പോർട്ട് തന്നെയാണ് അതിന് ഉദാഹരണം. സിനിമാ മേഖല മാത്രമല്ല, എഴുത്തിലും സാഹിത്യത്തിലും അല്ലെങ്കിൽ സാംസ്കാരികമായ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ രാജ്യവ്യാപകമായി വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തുന്ന ആളുകളൊക്കെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ കൂട്ടിച്ചേർക്കലാണ് ഇപ്പോൾ ആസിഫ് അലിയും ദുൽഖർ സൽമാനും ഒക്കെ നടത്തിയിട്ടുള്ളത്. പ്രതീക്ഷ നിർഭരമാണ് ശരിക്കും അവരുടെ എല്ലാം പ്രതികരണങ്ങൾ. കാരണം നമുക്കറിയാം, വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് പുറത്ത് നിന്നിട്ട് കുറേ അധികം കുട്ടികൾ, അതും ഒരു കാമ്പുള്ളൊരു പ്രശ്നമാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ഇതിനോടകം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. കാരണം ഈ നീറ്റ് പരീക്ഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ അവരുടെ പ്രതീക്ഷകളും അവരുടെ കഠിനാധ്വാനവും ഒക്കെ വിഫലമായി ജീവൻ ഒടുക്കേണ്ടി വന്നൊരു വലിയ നിരാശാജനകമായ ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിന് ഈ സമരം വളരെ ശക്തിപ്പെടുന്നൊരു സാഹചര്യത്തിൽ വിവിധ മേഖലകളിലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ദുൽഖർ സൽമാനായാലും ആസിഫ് അലിയും ഒക്കെ പ്രതികരിക്കുമ്പോൾ, നേരത്തെ അഞ്ജലി പറഞ്ഞതുപോലെ വിസ്മയ മോഹൻലാലൊക്കെ പ്രതികരിക്കുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ മേഖലകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക് അവരെ എതിർക്കേണ്ടി വരും. അതുകൊണ്ടാണ് ടൊവിനോയുടെയൊക്കെ നേരത്തെ അഞ്ജലി സൂചിപ്പിച്ചതുപോലെ ടൊവിനോയുടെയൊക്കെ പ്രസ്താവനകൾക്ക് നേരെ യുവമോർച്ച അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഏതായാലും ആ പ്രതിഷേധങ്ങളൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ഉയർത്തി വെച്ചിട്ടുള്ള ഈ വലിയ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഭാവി, ആ വിദ്യാർത്ഥികളാണ് നമ്മുടെ ഭാവി. അവരെ ബാധിക്കുന്ന പ്രശ്നവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുമ്പോൾ അവരെ കൈകാര്യം ചെയ്യേണ്ട രീതി ഇതല്ല. അവരെ കൈകാര്യം ചെയ്യുന്ന രീതികൾ ഞങ്ങളെ വേദനിപ്പിക്കുന്നുവെന്നാണ് ദുൽഖർ സൽമാനും ആസിഫ് അലിയും പറഞ്ഞു വെക്കുന്നത്. അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന, പ്രത്യേകിച്ചും ഈ പരീക്ഷ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് പോയ ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന, ഇതൊന്നും കാണാതെ പോകാൻ കഴിയില്ല. കൃത്യമായൊരു പരിഹാരം വേണം, ഇടപെടൽ ഉണ്ടാകണം. കുട്ടികൾ വിദ്യാർത്ഥി സമരവുമായി രംഗത്തിറങ്ങുമ്പോൾ അവരെ ലാത്തികളും ബാരിക്കേഡുകളും ഉപയോഗിച്ചുകൊണ്ടും പെല്ലറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളിലൂടെ അല്ല ഈ സമരത്തെ തല്ലി രക്തത്തിൽ മുക്കിക്കൊല്ലുകയല്ല ചെയ്യേണ്ടത് എന്ന നിലപാട് എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സജീവമായി പൊതുമേഖലയിൽ അവരുടെ പ്രതികരണം പറയാനും തയ്യാറായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആസിഫ് അലിയുടെയും ദുൽഖറിൻ്റെയും പ്രതികരണത്തിലൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനാവുക. അഞ്ജലി, തീർച്ചയായും വലിയൊരു പിന്തുണയാണ് CGPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ശക്തമാകും സമരം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആനന്ദ് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.